പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ. വേദ ചായയുമായി വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട്. വിക്രമിനെ വിളിച്ചുണർത്തി വേദ ചായ കൊടുക്കുക. അന്നേരം വിക്രം വേദയുടെ കയ്യിൽ നിന്നും ചായ മേടിച്ച് കുടിക്കുന്നുണ്ട്. അന്നേരം വേദ വിക്രമിന്റെ അരികിലിരിക്കുക. ഇത് കണ്ട് വിക്രം വേദയെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, വിശ്വട്ടിന് എന്തെങ്കിലും ജാമ്യം കിട്ടണം. ശ്രീജേടത്തെ ആഹാരം പോലും ഇതുവരെ കഴിച്ചിട്ടില്ല, പാവം. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം നീയാ. ശ്രീനി സാറിനോട് പറഞ്ഞിരുന്നെങ്കിൽ സാർ ഒരു വാക്കിനെ ഏർപ്പെടുത്തുമായിരുന്നു. എങ്ങനെയെങ്കിലും വിശ്വേട്ടനെ ജാമ്യത്തിൽ നിന്ന് പുറത്തിറക്കായിരുന്നു. അതിനു വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആരാ വിശ്വേട്ടനെ ചതിച്ചതെന്ന് ഞാൻ കണ്ടുപിടിക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ അടങ്ങിയിരിക്കുന്നത് ആരെയും പേടിച്ചിട്ടൊന്നുമല്ല. ഇനി ഞാൻ കാരണം ഈ വീട്ടിൽ ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങൾക്ക് സംശയം എന്റെ ഏട്ടനെ ആയിരിക്കും. അത് ഏട്ടന്റെ ബാങ്ക. പക്ഷേ ഏട്ടനാണ് ഇതൊക്കെ ചെയ്യിച്ചതെന്ന് ഉറപ്പില്ലാതെ ഞാൻ എങ്ങനെയാ ഏട്ടനെ കുറ്റപ്പെടുത്തുന്നത്? അങ്ങനെ ഏട്ടൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വേദ അതിന് കൂട്ടു നിൽക്കില്ല വിക്രം. ഏട്ടനാണെന്ന് ചിന്ത ഞാൻ മറക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുക. നേരം വിക്രം വേദേനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, എടി നിന്റെ ഏട്ടൻ എന്നെയും നിന്നെയും സ്വസ്ഥമായി ജീവിക്കാൻ അയാൾ സമ്മതിക്കില്ല. എന്റെ നാശം കാണാനാ എന്റെ ചേട്ടൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല. പിന്നൊരു കാര്യം, ഇതിനെല്ലാം പിന്നിൽ നിന്റെ ചേട്ടനാണെന്ന് ഞാൻ അറിഞ്ഞ വേദേ അയാൾക്കിട്ട് പണി ഞാൻ കൊടുക്കും. നിന്റെ മുഖം ഞാൻ ഓർക്കില്ല. ഇത് കേട്ട് വേദ വിക്രമിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ചേട്ടനെ ഈ കേസിൽ ചതിച്ചത് ആരായാലും അത് ഞാൻ കണ്ടുപിടിക്കും വിക്രം. അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്ക്. അതല്ല വെട്ടിനും കുത്തിനുമാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഈ വീട്ടിലുള്ളവരെ കുറിച്ച് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്നേരം വിക്രം വേദനെ നോക്കി നിൽക്കുക. അന്നേരം കമലം മാഷിനോട് പറയുന്നുണ്ട്, എനിക്കൊരു സമാധാനം ഇല്ല മാഷെ. ഒരു തെറ്റും ചെയ്യാത്ത പാവം വിശ്വ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ അവനെ ഉപദ്രവിച്ചിട്ടുണ്ടാവുമോ? എനിക്കൊരു സമാധാനവും ഇല്ല. അന്നേരം മാഷ് പറയുന്നുണ്ട്, ഇതെല്ലാം വരുത്തി വെച്ചത് തന്റെ ഇളയ മകന്. അവൻ ചെയ്ത പ്രവൃത്തികളുടെ ഫലമാണ് ഈ വീട്ടിലുള്ളവർ അനുഭവിക്കേണ്ടി വരുന്നത്. ഇത് കേട്ട് കമലം പറയുന്നുണ്ട്, ഇവിടെ ഇരുന്നിട്ട് എനിക്കൊരു സമാധാനം ഇല്ല. ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം, എനിക്കൊരു ആശ്വാസം കിട്ടും മാഷെ. അങ്ങനെ കമലം അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. നേരം അവിടെ വെച്ച് പത്മത്തിനെയും ശ്രീകാന്തിനെയും കാണുന്നുണ്ട്. നേരം പത്മം കമലത്തിനോട് പറയുക, മോക്ക് സുഖമല്ലേ? നേരം കമലം പറയുക, വേദമോക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആരും അറിഞ്ഞില്ലേ എന്റെ വിശ്വ ഇപ്പോ പോലീസ് സ്റ്റേഷനില. വേദയുടെ ഏട്ടന്റെ കമ്പനിയില വിശ്വം ജോലി ചെയ്തിരുന്ന 10 ലക്ഷം രൂപ എന്റെ മോൻ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അവൻ ഒരു തെറ്റും ചെയ്യില്ല. ഇത് കേട്ട് പത്മം പറയുന്നുണ്ട്, ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. ശ്രീകാന്തിനോട് ഞാൻ ചോദിക്കാം എന്താ സംഭവം എന്ന്. അന്നേരം ശ്രീകാന്ത് കമലത്തിന്റെയും പത്മത്തിന്റെ അരികിലോട്ട് വരുന്നുണ്ട്. നേരെ പത്മം ചോദിക്കുക, എന്താ വിശ്വം നിങ്ങളുടെ കമ്പനിയിൽ ഉണ്ടായത്? വിക്രമിന്റെ ചേട്ടൻ എന്റെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്ന് കമലം പറഞ്ഞല്ലോ, സത്യമാണോ? അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ. ബാങ്കിൽ അടയ്ക്കാൻ കൊടുത്തുവിട്ട കാശ കാണാതായിരിക്കുന്നത്. അന്നേരം കമലം പറയുന്നുണ്ട്, എന്തിനാ മോനെ വിശ്വത്തിനോട് ഈ ചതി ചെയ്തത്? ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യില്ല. എനിക്കറിയാം. ഏതി തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ, ഏത് ഞങ്ങൾക്ക് തിരിച്ചു വേണം. നിങ്ങൾക്ക് തരാൻ പറ്റുമോ? എന്നാൽ നിങ്ങളുടെ മകനെ ഈ കേസിൽ നിന്നും ഞാൻ ഒഴിവാക്കി തരാം. നിങ്ങളുടെ വീട്ടിൽ നിന്നും വിക്രമിന്റെ ജീവിതത്തിൽ നിന്നും ഏതെ ഒഴിവാക്കി തരണം. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും എന്നും കാണും. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി കരയേണ്ടി വരും. ഇത് കേട്ട് പത്മം പറയുന്നുണ്ട്, എന്താ ശ്രീകാന്തെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇങ്ങനെയൊന്നും കമലത്തിനോട് പറയരുത്. അന്നേരം കമലം വിഷമത്തോടെ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട്. അന്നേരം ശ്രീകാന്ത് പറയുക, എന്താ നിങ്ങളൊന്നും പറയാത്തത്? നിങ്ങളുടെ മകനെ പോലെ ഒരുത്തന്റെ കൂടെ ജീവിക്കാനുള്ളതല്ല വേദയുടെ ജീവിതം. അവനെ പോലെ തെമ്മാടിയും ഉണ്ടയുമായ ഒരുത്തനെ എന്റെ അനീതിയുടെ ഭർത്താവായി ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിൽ ആർക്കും. എല്ലാം അവളുടെ വാശിയാ. പക്ഷെ നിങ്ങൾ വിചാരിച്ച സാധിക്കും വേദ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ. അന്നേരം കമലം പറയുന്നുണ്ട്, ശരി, സമ്മതിച്ചു. എന്റെ മകനെ ഈ കേസിൽ നിന്നും ഒഴിവാക്കി തരണം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വേദ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരും ഇന്ന് തന്നെ. ഇത്രയും പറഞ്ഞിട്ട് കമലം അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്നേരം ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് പത്മത്തെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, അങ്ങനെ സംഭവിച്ച നമ്മൾ വിജയിച്ചമ്മ ഇവര് തന്നെയാ അതിന് പറ്റിയ ആള്. വിക്രം ഇവര് പറഞ്ഞ അതുപോലെ അനുസരിക്കും. അന്നേരം പത്മം പറയുന്നുണ്ട്, ഇത്രയും വേണ്ടായിരുന്നു ശ്രീകാന്തെ. ഒന്നുമില്ലെങ്കിലും എന്നെ പോലെ ഒരു അമ്മയല്ലേ അവരും. ആ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. അന്നേരം ശ്രീകാന്ത് പറയുക, അപ്പോൾ ഞങ്ങളോ അവളെ ഓർത്ത് വിഷമിക്കാത്ത ഒരു ദിവസം ഉണ്ടോ അമ്മയ്ക്ക്? അമ്മ വന്ന് വണ്ടി കയറ്. ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്തും പത്മവും വീട്ടിലേക്ക് പോകുന്നുണ്ട്. അന്നേരം വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സ് വിക്രമിനോട് പറയുന്നുണ്ട്, നീ ആദ്യം ഒരു കാര്യം ചെയ്. വെറുതെ വേദയുടെ ചേട്ടനോട് പ്രശ്നത്തിന് പോവാതെ ശ്രീനി സാറിനോട് എത്രയും പെട്ടെന്ന് നിന്റെ ചേട്ടനെ ജാമ്യത്തിൽ ഇറക്കാൻ പറയ് വിക്രം. സാറ് വിചാരിച്ചാലേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ.
അന്നേരം വിക്രം ശ്രീനിസാറിനെ കാണാനായി വീട്ടിലേക്ക് പോകുന്നുണ്ട്. അന്നേരം സുധ പറയുക, ഏട്ടൻ ഇവിടെ ഇല്ല. ആ MLA വാസവൻ ഏട്ടനെ വിളിച്ചിരുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടു. അങ്ങോട്ട് പോയതാണെന്ന് അറിയില്ല. ഇത് കേട്ട് വിക്രം ദേഷ്യത്തോടെ അവിടുന്ന് പോകുന്നുണ്ട്. MLA വാസവന്റെ വീട്ടിലേക്ക് വിക്രം പോവുക. അന്നേരം അവിടെ വാസവനും ശ്രീനിസാറും സംസാരിക്കുന്നത് വിക്രം കേൾക്കുന്നുണ്ട്. അന്നേരം ശ്രീനിസാറ് വാസവനോട് പറയുക, വിക്രം എന്റെ സഹോദരനെ പോലെയാ. ഏത് പ്രശ്നത്തിലും എന്റെ കൂടെ നിൽക്കുന്ന എന്റെ വലം കൈ. അങ്ങനെ ഒരാളെ എനിക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാ ഞാൻ അവനെ കൂടെ നിർത്തിയത്. പക്ഷെ ഇന്ന് അവനെ അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കുന്നത് അവന്റെ ഭാര്യയാണ്, വേദ ശങ്കരനാരായണൻ. ഇത് കേട്ട് MLA വാസവൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ വിളിപ്പിച്ചതും ഇത് പറയാൻ വേണ്ടി തന്നെയാ. അവനെ വരച്ച വരയിൽ നിർത്തണമെങ്കിൽ അവന്റെ കൂടെയുള്ള ആ പെണ്ണ്, അവൾ അവന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോണം. എന്നാ മാത്രമേ എന്റെ കാര്യങ്ങൾ നടക്കൂ. എന്നിട്ട് വേണം എനിക്ക് അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ. നേരം ശ്രീനിസാർ പറയുന്നുണ്ട്, വിക്രമിനെ തൊട്ടുള്ള കളി വേണ്ട. അവൻ എന്റെ പയ്യനാ. അതിന് ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല. ഇത് കേട്ട് വാസവൻ പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കേണ്ട. ആദ്യം അവന്റെ ജീവിതത്തിൽ നിന്നും ആ പെണ്ണ് എന്നേക്കുമായി അവനെ വിട്ടുപോകണം. അതിനെന്ത് ചെയ്യാൻ പറ്റൂ? അതിന് ഞാൻ നിങ്ങളെ ഇവിടെ വരുത്തിച്ചത്. ഇപ്പോൾ നിങ്ങൾ പറയുന്നതൊന്നും വിക്രം അനുസരിക്കുന്നില്ലെന്നറിയാം. അവന്റെ വീട് കയറി ആക്രമണം നടത്തിയിട്ടും അവൻ പ്രതികരിക്കാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ അവളുടെ ഉപദേശം തന്നെയാ. അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന വിക്രം ഉച്ചത്തിൽ പറയുന്നുണ്ട്, മതി നിർത്ത്. എല്ലാരും കൂടി എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? ശ്രീനിസാറും അതിന് കൂട്ടി നിന്നു. ഇയാളുടെ അരികിലേക്ക് സാർ എന്തിനാ വന്നത്? രണ്ടുപേരും കൂടി ചേർന്ന് എന്റെ വേദന എന്നിൽ നിന്ന് അകറ്റാൻ നടക്കില്ല. പേര് ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. നീ ആർക്ക് വേണ്ടിയും എന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. സാറിൽ നിന്നും ഇത്തരത്തിലൊരു പ്രവൃത്തി പ്രതീക്ഷിച്ചില്ല സാർ. ഞാൻ എന്റെ മനസ്സിൽ കൊണ്ട് നടന്നത് എല്ലാം ഒരു നിമിഷം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞില്ലേ? നേരെ ശ്രീനിസാർ പറയുന്നുണ്ട്, അതല്ല വിക്രം, താൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. നേരം വിക്രം പറയുന്നുണ്ട്, വേണ്ട സാർ, ഇനി ഒന്നും പറയണ്ട. ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടുന്ന് ദേഷ്യത്തിൽ പോകുന്നുണ്ട്. അന്നേരം ഇത് കേട്ട് MLA വാസവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുക. അന്നേരം ശ്രീനിസാർ പറയുന്നുണ്ട്, താൻ കാരണവാ ഇപ്പൊ വിക്രം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഞാൻ ഒരിക്കലും വിക്രമിനെ ചതിക്കാൻ കൂട്ടു നിൽക്കില്ല. അന്നേരം വാസവൻ ശ്രീനിസാറിനെ നോക്കി ചിരിക്കുന്നുണ്ട്. അന്നേരം ശ്രീനിസാർ ദേഷ്യത്തോടെ MLA വാസവനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, എന്ത് ചെയ്യാൻ പറ്റും? വിക്രം എല്ലാം കേട്ടത് എന്റെ തെറ്റാണോ? ആ വിക്രമായിട്ടുള്ള കൂട്ടുവിട്ട് എന്റെ കൂടെ നിൽക്ക്. നേരെ ശ്രീനിസാർ പറയുന്നുണ്ട്, അതിന് വേറെ ആള് നോക്കടോ. ഇത്രയും പറഞ്ഞിട്ട് ശ്രീനിസാർ അവിടുന്ന് പോകുന്നുണ്ട്. അന്നേരം ചിരിച്ചുകൊണ്ട് MLA വാസവൻ നിൽക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ തമ്മിൽ അകറ്റണമായിരുന്നു, അത് സാധിച്ചു. ഇനി ആ വേദ, അവളെയും ഞാൻ വിക്രമിന്റെ ജീവിതത്തിൽ നിന്ന് പടിയിറക്കും. എന്നിട്ടാണ് ഈ വാസവന്റെ പ്രതികാരം തുടങ്ങാൻ പോകുന്നത്. നേരം ദേഷ്യത്തോടെ വിക്രം വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം കമല വിക്രമിനോട് പറയുന്നുണ്ട്, വിക്രം നീ ഇങ്ങോട്ട് വന്നേ. ഇത് കേട്ട് വേദയും ശ്രീജയും നന്ദിനിയും മാഷൊക്കെ കമലത്തെ നോക്കുന്നുണ്ട്. വിക്രം അന്നേരം ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ? അന്നേരം കമലം പറയുന്നുണ്ട്, നീ കാരണോ വിശ്വ ഇപ്പോ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നത്. എല്ലാം നീ വരുത്തി വെച്ചതാണ്. ഈ വേദയുടെ കഴുത്തിൽ നീ താലി കെട്ടിയത് കൊണ്ടാ ഈ കുടുംബത്തിൽ ഇപ്പോ ബാധ പോലെ എപ്പോഴും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അവസാനം വേണം. അതിന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അമ്മ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്ത് വേണോന്നാ അമ്മ പറയുന്നേ? ഇത് കേട്ട് കമലം പറയുന്നുണ്ട്, വേദയിനെ ഈ വീട്ടിൽ വേണ്ട. വേദനെ നീ ഉപേക്ഷിക്കണം എന്നേക്കുമായി. ഇത് കേട്ട് വേദ പെട്ടലോടെ കമലത്തെ നോക്കുന്നുണ്ട്. അന്നേരം വിക്രം വേദേനെ നോക്കുന്നുണ്ട്. എന്നിട്ട് കമലത്തിനോട് പറയുക, പെട്ടെന്ന് എന്താ അമ്മയ്ക്ക് ഇങ്ങനെ തോന്നാൻ? ഇപ്പോഴാണോ അമ്മയ്ക്ക് അത് മനസ്സിലായത്? ഇത് കേട്ട് വേദ ചോദിക്കുന്നുണ്ട്, ഇതിന് പിന്നിൽ എന്റെ വീട്ടുകാരുടെ കളിയാണെന്ന് എനിക്ക് നന്നായി അറിയാമേ. അമ്മയ്ക്ക് ഒരിക്കലും എന്നെ വെറുക്കാനോ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാനോ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. ഇത് കേട്ട് കമല ദേഷ്യത്തോടെ വേദയോട് പറയുന്നുണ്ട്, വിക്രമിന്റെ ഭാര്യയായി ഇനി നീ ഈ വീട്ടിൽ വേണ്ട. ഞാൻ നിന്റെ കാല് പിടിക്കാം. എഴുതുകൊണ്ട് കമലം വേദയോട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ നിന്ന് ഒന്ന് പോയി തരാമോ? ഇത് കേട്ട് വിക്രം അമ്പരപ്പോടെ നിൽക്കുന്നുണ്ട്. നേരം കമലം വിക്രമിനോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ വിക്രം? ആ താലിമാല ഊരി വാങ്ങിച്ച് ഈ ബന്ധം ഇവിടെ അവസാനിപ്പിക്കണം. നീ തന്നെ വേദയെ വീട്ടിൽ കൊണ്ടുവിടണം. ഈ അമ്മയാ പറയുന്നത്, നീ അത് അനുസരിച്ചേ പറ്റൂ. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഈശ്വരനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ പുറത്തിറക്കും അമ്മേ. അതിനു വേണ്ടി വേദ ഈ വീട്ടിൽ നിന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കേട്ട് വേദ വിക്രമിനെ നോക്കുന്നുണ്ട്. നേരം വേദ പറയുന്നുണ്ട്, അമ്മ വിഷമിക്കാതെ ഈശ്വരനെ രക്ഷിക്കാൻ എനിക്ക് കഴിയും. അത് ഉറപ്പുള്ളത് കൊണ്ടാ ഞാൻ പറയുന്നേ. നേരം കമലം പറയുന്നുണ്ട്, വേണ്ട, ആരും ഒന്നും പറയണ്ട. ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോണം നീ. നേരം കരഞ്ഞുകൊണ്ട് വേദ വിക്രമിനെ നോക്കുന്നുണ്ട്. ഇത് കണ്ട് വിക്രം കമലത്തിനോട് പറയുന്നുണ്ട്, ഇല്ല അമ്മേ, ഏതാ ഈ വീട്ടിൽ തന്നെ നിൽക്കും. ഇവളിപ്പോ എന്റെ ഭാര്യയാണ്. എന്റെ അനുവാദം ഇല്ലാതെ ഈ വീട്ടിൽ നിന്നും ആർക്കും ഇവളെ പുറത്താക്കാനാവില്ല. ഇത് കേട്ട് കമല അമ്പരപ്പോടെ വിക്രമിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, ഈ നിമിഷം വരെ എന്റെ മനസ്സിൽ വേദയോട് ഒരു താല്പര്യവും ഇഷ്ടവും ഇല്ലെന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ടെന്താ നീ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, എനിക്ക് വേദ ഇഷ്ടമാ. വേദയെ ഞാൻ ഭാര്യയെ അംഗീകരിക്കുന്നുണ്ട്. വേദ ഈ വീട്ടിൽ വേണം. എന്റെ ഭാര്യയായി ഒരിക്കലും ഞാൻ വേദയെ ഉപേക്ഷിക്കില്ല. അമ്മ എന്നോട് ക്ഷമിക്കണം. ഇത് കേട്ട് വേദയ്ക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട്. നേരം മാഷി ഒരുപാട് സന്തോഷത്തോടെ ഏതേനെ നോക്കുന്നുണ്ട്. നേരം കമല ഉള്ളിൽ സന്തോഷിച്ചുകൊണ്ട് പുറത്ത് ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, അപ്പോൾ ഈ അമ്മ പറയുന്നത് നീ അനുസരിക്കില്ല അല്ലേ? എന്നേക്കാൾ വലുതിപ്പോ നിനക്ക് ഇവളാണല്ലേ? അപ്പോൾ ഈ അമ്മ പറഞ്ഞാൽ നീ അനുസരിക്കില്ല അല്ലേ? മതി,
ഇനി ഒരിക്കലും നീ എന്റെ കൺമുന്നിൽ വരണ്ട. എനിക്കിങ്ങനെ ഒരു മകനില്ല. ഇത് കേട്ട് വിക്രം നിറകണ്ണുകളോടെ കമലത്തിന്റെ അരികിലോട്ട് വരുവാ. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ അമ്മയ്ക്ക് പറ്റിയത്? ആരോ അമ്മയെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതാ. അതെനിക്കറിയാം. ഒരിക്കലും എന്റെ അമ്മയ്ക്ക് ഏതേ വെറുക്കാനാവില്ല, ഇങ്ങനെ പറയാനും ആവില്ല. നേരം കമലം പറയുന്നുണ്ട്, വേണ്ട, ഇനി ഒരക്ഷരം മിണ്ടരുത്, എന്റെ കൺമുന്നിൽ നിന്ന് പോ നീ. നേരം വിക്രം വേദയെ നോക്കി പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഈ വീട്ടിൽ ഞാനും വേദയും നിൽക്കുന്നില്ല, പോവാ. ഇത്രയും പറഞ്ഞിട്ട് വേദയുടെ കയ്യിലോട്ട് പിടിക്കുന്നുണ്ട്. വേദയും കൂട്ടി പടിയിറങ്ങാൻ വിക്രം നിൽക്കുന്നുണ്ട്. അന്നേരം വേദ വിക്രമിനെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട്. ശ്വസിക്കാനാവാതെ ഒരു നിമിഷം വിക്രമിനെ കണ്ണെടുക്കാതെ വേദ നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം ഇത് കണ്ട് കമല മനസ്സിലാക്കുന്നുണ്ട്, ഇവരുടെ മുന്നിൽ തോറ്റുപോയെന്നും നീ ഒന്നും മറച്ചു വെക്കാൻ പാടില്ല എന്നും കമലത്തിന് തോന്നുന്നുണ്ട്. നേരം കമല പറയുക, വേണ്ട, നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ വേണം, എന്നോട് ക്ഷമിക്കും മക്കളെ. വേദയുടെ ചേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. വേദേനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയ, വേദേനെ തിരിച്ചു നൽകിയ വിശ്വത്തെ കേസിൽ നിന്നും പിൻവലിക്കാമെന്നും നീ ഈ കുടുംബത്തിന് നേരെ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ലെന്നും എന്നോട് പറഞ്ഞു. അതിനു വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, അല്ലാതെ വേദ എനിക്ക് ഒത്തിരി ഇഷ്ടമാ, എന്റെ സ്വന്തം മോള വേദ. അത് കേട്ട് വിക്രം ദേഷ്യത്തോടെ വേദയെ നോക്കുന്നുണ്ട്. നേരം വേദ ഒരു നിമിഷം ശ്രീകാന്തിനെ വെറുക്കുന്നുണ്ട്.